എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു ത്രെഡാണ്, നല്ല കട്ടിയുള്ള ത്രെഡാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തന്നെ വളരെ തിന്നായിട്ടുള്ള ത്രെഡുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇത് നോക്കിക്കേ, ഇത് വളരെ തിന്നായിട്ടുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് കുറച്ച് കട്ടിയുള്ളതായിട്ടാണ്. ഇതിലും കട്ടിയുള്ളതൊക്കെ ഉണ്ട്, അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെ പറയുന്നതാണ് പൈപ്പിംഗ് ത്രെഡ് എന്ന്. അപ്പോൾ ഇതിന് സാധാരണ പൈപ്പിംഗ് കോഡാണ് ഇതിൽ തുണിയുടെ അരികിൽ ഷേപ്പ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ കട്ടിയുള്ള നൂല്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഡ്രസ്സാണോ ഉപയോഗിക്കുന്നത് ആ ഡ്രസ്സിൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്തെടുക്കും, ഈ നൂല് ഉപയോഗിച്ചിട്ട് തന്നെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ലെഫ്റ്റും റൈറ്റും ഫുഡ് പ്രഷറിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നൊരു ലെഫ്റ്റിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റിൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും ഫുഡ് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഈ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ടില്ല, ബിഗിനേഴ്സിനായതുകൊണ്ടാണ് ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ത്രെഡ് ഉപയോഗിക്കുന്നതുണ്ടല്ലോ മറ്റേ ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാനും, പിന്നെ സ്ലീവ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൻ്റെ താഴ്ഭാഗത്തെ എഡ്ജ് ഉണ്ടല്ലോ അത് ഫിനിഷിങ് ചെയ്യാനായിട്ടും, പിന്നെ ബോഡി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ യോക്ക് വെക്കൂലേ, അപ്പം അതിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോഴത്തെ മാക്സി മോഡൽ ഇറങ്ങിയേക്കുന്നത് റൗണ്ട് നെക്ക് വരുമല്ലോ, അതായത് യോക്ക് വരും, യോക്കിൻ്റെ താഴ്ഭാഗത്തും ഈ പൈപ്പിംഗ് ത്രെഡ് തന്നെ യൂസ് ചെയ്യും. പിന്നെ മെയിനായിട്ട് കുഷ്യൻ കവറ്, തലേണയുടെ കവറ്, അതിനൊക്കെ ഈ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്യും. പിന്നെ ബ്ലൗസിന് ഫ്രോക്ക് ഡിസൈന് പലതിനും, പിന്നെ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ ഹാൻഡ് ബാഗിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. അത് അവർ ലെതർ തന്നെ ഉപയോഗിച്ച് ഇത് തന്നെ പൈപ്പിംഗ് അവരെ മെഷീനിൽ ചെയ്യും. നമ്മുടെ മെഷീനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മെഷീൻ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് തയ്ക്കാൻ ആ മെഷീൻ തന്നെ നമുക്കിപ്പോൾ സാധാരണ ഇതിലേക്കാണ് കടക്കാം. അപ്പം ഏറ്റവും നല്ല സംഭവമാണ് ഇത്. നമുക്ക് ഭംഗി കൂട്ടാൻ, ഡ്രസ്സിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പൈപ്പിംഗ് ത്രെഡ്. ഞാനപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം എന്താണെന്നറിയോ, ഇത് ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകൂല. പകരം ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നൊരു ഐറ്റമാണ് ഇത് പൈപ്പിംഗ് ത്രെഡ്. ഇത് കണ്ട, ഇത് പല കളറിൽ കിട്ടും കേട്ടോ. അത് നോക്കിക്കേ, ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ ഈ കിട്ടിയിരിക്കുന്നത്. ഇതിന് അധികം റേറ്റൊന്നുമില്ല. ഇത് മേടിക്കണതിന് 80 രൂപയുള്ളൂ. പല കളറിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച്, ബിഗിനേഴ്സിന് മാത്രം പറ്റുള്ളൂ കേട്ടോ, എല്ലാത്തവർക്ക് കുഴപ്പമില്ല. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ. ബിഗിനേഴ്സിന് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പകരം ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഫുഡ് പ്രഷർ, ഇത് സിബ് തയ്ക്കാനും ഈ ഫുഡ് പ്രഷർ തന്നെയാണ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഡ്രസ്സ് ഏത് കളറായിട്ടുണ്ടെങ്കിലും നമ്മൾ സെയിം പൈപ്പിങ്ങിൻ്റെ അതേ കളർ നൂല് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ആദ്യം നമുക്കൊന്ന് ഫുഡ് പ്രഷർ മാറ്റിയിടാം. അപ്പോൾ ഇതിൻ്റെ ബോബിൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ സൈഡിലത്തെ ഫുഡ് പ്രഷർ അഴിക്കണത് കേട്ടോ. വേണ്ട, ഇതേപോലെ നമുക്ക് അഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡില്ല, ഈ വശത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ റൈറ്റ് സൈഡാണ് കേട്ടോ. റൈറ്റ് സൈഡിലുള്ള ഫുഡ് പ്രഷർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ഷോളിലാണ് കേട്ടോ തയ്ച്ച് കാണിച്ചു തരുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ കണ്ട ബോബിനിൽ നൂലിടുന്ന സമയത്ത് വലത്തോട്ട് വേണം കറങ്ങാനായിട്ട്. നോക്കിക്കേ, ഇതിൻ്റെ നൂല് വന്ന പൊസിഷൻ കണ്ട, ഇങ്ങനെ വേണം നമ്മൾ നൂലിടാനായിട്ട്. നേരെ തിരിച്ചിട്ട് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ വേണം ഇടാൻ. എന്നിട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇതാക്കിയിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാവും നോക്കണം. അതുമല്ല, ഇവിടെ നിന്ന് ഇത്രയും മാത്രം മതി നൂല് ഇതിൽ. എന്നിട്ട് നമുക്കിതിനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ പിടിക്കുക. സെൻറ്ററിലത്തെ വിരൽ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ട, ഈ തള്ളവിരൽ ഇതിനെ പ്രസ് ചെയ്യുക, ഇതിനെ പിടിക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ പൊക്കുക. അപ്പോൾ ഈ 3 വിരൽ മാത്രം മതി നമുക്ക് ഈ ബോബിൻ ഇടാനായിട്ട്. അപ്പോൾ ഈ വിരൽ വെച്ചിട്ട് വേണം ഈ നൂലിന് ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്ത് പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നൂല് ഇടയിൽ കയറിപ്പോവും. നമുക്കതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സൗണ്ട് കേൾക്കും. വേണ്ട, ഇതേപോലത്തെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിനെ ജസ്റ്റ് ഈ നൂല് കണ്ട ഇതിനൊന്നിങ്ങനെ വലിച്ച് പിടിക്കുക. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാൻഡ് പൊക്കിയിട്ട് വേണം കേട്ടോ താഴത്തെ നൂല് വലിച്ചെടുക്കാനായിട്ട്. നോക്കിക്കേ, അപ്പോൾ ഇത് നല്ല താഴ്ഭാഗത്തെ നൂല് നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ബോബിനിലെ നൂല് കറക്റ്റാണ് കിടക്കുന്നത്. നേരെ മറിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് അത് ഇടേണ്ടി വരും. അപ്പം നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം.
നമ്മൾ ഷോൾ എടുക്കുക, ഷോളോ അല്ലെങ്കിൽ കുഷ്യൻ കവറോ സൈഡിൽ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, കുഷ്യൻ കവർ പിടിപ്പിക്കുന്ന സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെക്കും. വെച്ചതിന് ശേഷം നമ്മൾ കുഷ്യൻ കവറാണെങ്കിൽ കേട്ടോ, അപ്പം നല്ല വശത്തല്ലേ സംഭവം വരേണ്ടത്. അപ്പോൾ ഒരു പീസും കൂടി നമ്മൾ ഇങ്ങനെ എടുക്കും. അപ്പം ഒരു പീസും കൂടി കുഷ്യൻ കവറിൻ്റെ എടുക്കും. എടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ 2 ഭാഗമല്ലേ, 2 ഭാഗമുള്ള കുഷ്യൻ കവറിൻ്റെ. അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ഈ സാധനം കണ്ട ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്കത് പഠിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, എന്നാലും ഞാനിതിപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ച് തന്നേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതിങ്ങനെ വെക്കുക, ഇതിനെ നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം. നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇത് ഷോളായതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ കാണിച്ചാൽ കണ്ട ഇതേപോലെ ഇങ്ങനെ വരും. അത് നമ്മളെ കുഷ്യൻ കവർ തലേണി കവറിലൊക്കെ കണ്ടിട്ടില്ലേ, കാണാൻ നല്ല മൊഞ്ചായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഷോളിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന്, അപ്പോൾ നമുക്ക് കുഷ്യൻ കവർ തയ്ക്കുമ്പോഴും തലേണി കവർ തയ്ക്കുമ്പോഴും കുട്ടികളെ കുഞ്ഞുടുപ്പ് തയ്ക്കുമ്പോഴൊക്കെ നല്ല ഉപകാരപ്രദമുള്ള സാധനം തന്നെയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിത് ഷോളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഇതിങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ തുണിയുള്ള വശം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ ഫുഡ് പ്രസ്സർ എടുത്തിട്ട് ഇതിനൊന്ന് ഷട്ടലൊന്ന് പൊക്കി കൊടുക്കുക, എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. നമുക്ക് ഈ മെഷീനിൽ ഇവിടെയാണെങ്കിലും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തയ്യൽ വരോട്ടോ. ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഫുഡ് പ്രസ്സർ യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂലിൻ്റെ ഒപ്പം സ്റ്റിച്ചിങ് വരാനായിട്ടാണ്. നോക്കിക്കേ, അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഏത് കളറാണോ നമ്മൾ യൂസ് ചെയ്യണത് ആ കളർ തന്നെ ഇട്ടിട്ട് വേണം പൈപ്പിംഗ് ത്രെഡിൽ തയ്ച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് കംപ്ലീറ്റ് ഒരു ഷോൾ കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. അപ്പം കറക്റ്റായിട്ട് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. പകുതിക്കൊക്കെ വെച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവില്ല. ഒരു ഷോളിന് ഭംഗി വരണം എന്നുണ്ടെങ്കിൽ, ഇതൊരു ബ്രൈഡിൻ്റെ ഷോളാണ് കേട്ടോ, അതിന് ഭംഗി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പൈപ്പിംഗ് ത്രെഡ് കൊടുക്കണം. നോക്കിക്ക്, ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പൈപ്പിംഗ് ത്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് മറിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ആദ്യം നമുക്ക് ഷോള് തയ്ച്ച് കഴിഞ്ഞിട്ട് ഷോളിൻ്റെ മൂലഭാഗം ഉണ്ടല്ലോ അതെങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് എൻഡിങ് എത്താനായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് കണ്ടില്ലേ പൈപ്പിംഗ് ത്രെഡ്, അതിൻ്റെ ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വേണ്ട, അപ്പം നമുക്ക് ഇതേപോലെ ഇങ്ങനെ നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടി പറ്റും. വേണ്ട, ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇത് മറിഞ്ഞ് പോകേണ്ട ത്രെഡാണ്, പൈപ്പിംഗ് ത്രെഡാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോക്കിക്കേ, എന്നിട്ട് നമ്മൾ കുത്തി നിർത്താം. അവിടെ നമ്മൾ കുത്തി നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വളച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ വളച്ചു കൊടുക്കണം. പിന്നെ ഇതേപോലെ ഷോളിൽ ഇങ്ങനെ നൂലുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പിന്നിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണം. കത്തിപ്പോവാതെ നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്ത ഭാഗത്ത് എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? തയ്ച്ച് വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിനങ്ങോട്ട് ഈ സംഭവം കണ്ട് ഇതിങ്ങനെ നിൽക്കണല്ലേ, ഇതിനങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം. കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിനിങ്ങനെ മടക്കി വെക്കണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ മറിഞ്ഞു വരും. ഒന്നല്ലെങ്കിൽ മടക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് മടക്കി വെച്ചാലും മതി. ഇത് കണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ നമ്മൾ പൈപ്പിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിങ്ങനെ മറിഞ്ഞ് നിൽക്കാൻ, ഇതിപ്പോൾ തിരിഞ്ഞല്ലേ നിൽക്കണം, ഇതിനെ മറിഞ്ഞ് നിൽക്കാനായിട്ട് നമ്മൾ ഈ കളർ നൂല് യൂസ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിൽ തയ്യൽ കൊടുക്കാനായിട്ട്. ഇതിൽ ഓൾറെഡി എക്സ്ട്രാ വേറെ ലേസ് വരുന്നത് കൊണ്ട് ഞാൻ ഇതിനെ മറിച്ച് തയ്ക്കുന്നില്ല കേട്ടോ. ഇതിലിങ്ങനെ ലേസ് വരുന്നത് കൊണ്ട് ഇത് കണ്ട,
ഈ ലേസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്ത് തയ്യൽ കൊടുക്കുന്നില്ല. അപ്പോൾ ലേസിൽ കൊടുത്താൽ മതിയല്ലോ തയ്യൽ. അപ്പോൾ ഏത് കളറാണോ ലേസ് യൂസ് ചെയ്യുന്നത് ആ കളർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പറ്റനെ വേണം തയ്ച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഷോളിൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോളിൽ മാത്രമല്ല കേട്ടോ, കുഷ്യൻ കവർ, തലയണി കവർ, പല ഇതിലും നമുക്ക് പല വെറൈറ്റിയിലായിട്ട് ഇതിൻ്റെ ഡിസൈൻ കൊടുക്കാം. ബിഗിനേഴ്സിനായത് കൊണ്ടാണ് ഈ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. മറ്റത് കുറച്ച് പാടും, നമ്മൾ കുറച്ച് നല്ലവണ്ണം പഠിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ലേസ് ഉപയോഗിക്കുമ്പോൾ ഫുഡ് പ്രഷറൊന്നും നമ്മൾ മാറ്റിയിടും കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ ഫുഡ് പ്രഷറാണ് യൂസ് ചെയ്യണം. ഇത് കണ്ട വളരെ സ്ലോയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. നല്ല ക്ഷമയുള്ളവർക്ക് പറഞ്ഞ ജോലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിങ്ങിൻ്റെ കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഷോളൊക്കെ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, അഥവാ നിങ്ങളെ ഷോള് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷോള് കിട്ടും കേട്ടോ. പിന്നെ ഇതും തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ക്ഷമയുള്ള കാര്യമാണ് കേട്ടോ. അതിൻ്റേതായ ഭംഗിക്ക് തന്നെ ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.